ഹായ് ടീം, ഞാനിതാ ഇപ്പോൾ പറഞ്ഞല്ലോ ഹോളിഡോർ റിസോർട്ടിലാണുള്ളത് വയനാട്. ഇത് അറിയാലോ, നമ്മുടെ ജിഷ സാറിൻ്റെ ഗ്രോത്ത് അസിസ്റ്റൻ്റാണ് അജ്മൽ സാറ്. ഇദ്ദേഹമായിരുന്നു നമുക്ക് ഗ്രോക്കട്രിയുടെ എല്ലാ സപ്പോർട്ടും ജിഷ സാറിനും നമ്മുടെ ടീമിനൊക്കെ ആയിട്ട് തന്നത്. അത് വളരെ അമേസിങ് സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഇന്നിവിടെ ജിഷ സാറിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഇദ്ദേഹം ഒരുപാട് ടെക്നിക്കൽ ഫീൽഡിൽ ഒരുപാട് കാലമായിട്ട് ടെക്നിക്കലായിട്ട് ഒരുപാട് മേഖലകളിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് ലീഡേഴ്സിൻ്റെ ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരുപാട് ആളുകളുടെ ഗ്രോത്തൊക്കെ കണ്ട് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇന്ന് ജിഷ സാറിനെ കുറിച്ച് ഇദ്ദേഹം ഇവിടെ സ്റ്റേജിൽ കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായി. പിന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരുപാട് ലീഡേഴ്സിൻ്റെ ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് ഇദ്ദേഹം ജിഷ സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ജിഷ സാറിൻ്റെ ട്രെയിനിങ്ങിൻ്റെ വാല്യൂ നമ്മൾ അറിയുന്നത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും കൂടി അതിൻ്റെ ഒരു ഇത് മനസ്സിലായി, ഒരു ഡെപ്ത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്ക് സാറ് അത് എന്താണ് സാറിന്? ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ട്രെയിനിങ്ങിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചെറിയ രീതിയിൽ ട്രെയിനിങ്ങിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ചില കൗണ്ടസിലൊക്കെ ഞാൻ ട്രെയിനിങ് എൻ്റെ ടോപ്പിക്കുകളിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കരിയറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രെയിനേഴ്സിന് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ട്രെയിനിങ്ങുകളിൽ ഇരുന്നിട്ടുണ്ട്, ഒരുപാട് ട്രെയിനേഴ്സിന് സപ്പോർട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക, ഞാൻ പുള്ളിനെ പോലെ ഒരു ബോൺ ട്രെയിനറെ അതിനോട് അത്രയും എന്താ പറയാ, ആ ഒരു ലോജിക് കറക്റ്റ് മനസ്സിലാണ്. ഇപ്പൊ ഇവിടെയുള്ള ട്രെയിനേഴ്സാണ് എവിടെ നോക്കിയാലും രണ്ടും അപ്ലൈ ചെയ്യുന്ന രീതിയിലും ജിഷ സർ എന്താ പറയുക, ഒരു വാക്ക് ദ ടോക്ക് പേഴ്സൺ ആണ്, പറയുന്നത് അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അതൊന്ന്. രണ്ടാമത് ഇവിടെ നടക്കുന്ന പല ട്രെയിനിങ്ങുകളും ഒരു പ്രഹസനം പോലെ എന്താ പറയുക, ചിലപ്പം കുറെ മോട്ടിവേഷൻ കൊടുക്കും. പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും അത് ലൈഫിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ലോജിക്കും ഇല്ലാതെ അപ്പുറത്തുനിന്ന് ഒരു ട്രെയിനർ അടുത്ത് കേട്ടൊരു സാധനം ഇപ്പുറത്ത് വന്ന് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവമാണ്. ട്രെയിനിങ്ങുകളുടെയും അതിപ്രസരാണ്, ട്രെയിനേഴ്സിൻ്റെയും അതിപ്രസരൊരു സമയം. അപ്പം അതിൽ ശരിക്കും പ്രാക്ടിക്കലായിട്ട് നമുക്കുള്ള എന്താ പറയുക, കണ്ണ് തുറക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളാണ് പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നത്. അതും വെറുതെ ഒരു എയറിൽ നിന്നാണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാണ്ട് പുള്ളി ഒരു സൈഡിൽ നിൽക്കുന്ന ഒരാളല്ല. ഫസ്റ്റ് പുള്ളിൻ്റെ അടുത്ത് ഞാൻ കണ്ട വേറെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അത് ആളുടെ സ്വന്തം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് പുള്ളി ബാക്കിയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു എന്താ പറയുക, റിയലി ഒരു എക്സെപ്ഷണൽ ട്രെയിനറാണ്. അപ്പം നിങ്ങൾ ആളുകൾ ശരിക്ക് എന്താ പറയുക ലക്കിയാണെന്ന് ഞാൻ പറയാം. ഇത്രയും ഒരു ബോൺ ട്രെയിനർ, ഒരു ബോൺ മെന്റർ ആയിട്ടുള്ള ഒരാളെ നിങ്ങളുടെ ടീമിൽ അപ്ലൈ ആയിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ വെരി ബിഗ് അസെറ്റ്. അപ്പം അത് ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്താലും പുള്ളി ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ തരുന്ന ടിപ്പിന്റെ മേ ബി ഒരു 10%, 20% ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാവരെയും ലൈഫിൽ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഞാൻ മോഡിക്കെയറിൽ ഇല്ല ഒരാളല്ല, കാരണം ഞാൻ ഒഫീഷ്യലി പല സംഭവങ്ങളും ഇൻവോൾവ് ആണ്. ബട്ട് സ്റ്റിൽ പുള്ളി മോഡിക്കെയർ ട്രെയിനിങ്ങിലൊക്കെ കൊടുക്കുന്ന പല സംഭവങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ അപാരമായിട്ടുള്ള ചേഞ്ചാണ് വന്നിട്ടുള്ളത്. ഈവൻ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചേഞ്ചുകളാണ് കഴിഞ്ഞ ഒരു വർഷം പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. സോ ഐ ആം ഓൾസോ റിയലി വെരി മച്ച് എക്സൈറ്റഡ്. നിങ്ങൾ മാക്സിമം പുള്ളിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റിന്യൂ അതേപോലെ ഒരു സാധനം. അതായത് ഷസറോട് ഞാൻ പണ്ടേ പറയാറുണ്ടായിരുന്നു, നമുക്ക് മോഡിക്കെയർ പ്ലാറ്റ്ഫോമിന് പുറത്തും പുള്ളിൻ്റെ ആ ഒരു എക്സ്പെർട്ടൈസ് ശരിക്കും കൊടുക്കണം. അതും ആവശ്യമില്ല. ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും പ്രൊഫഷണൽസിനൊക്കെ ആവശ്യമുള്ള ഒരുപാട് സംഭവങ്ങൾ പുള്ളിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു പബ്ലിക് പ്രോഗ്രാമാണ്. മോഡിക്കെയർ സർക്കിളിൻ്റെ പുറത്തുള്ള ആളുകൾക്കും നെറ്റ്വർക്കിങ്ങിൻ്റെ പുറത്തുള്ള ആളുകൾക്കും ഒക്കെ അവർ കരിയറിൽ നെക്സ്റ്റ് ലെവൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ മോട്ടിവേഷൻ അല്ല അവിടെ കൊടുക്കുക, ഒരു പ്രാക്ടിക്കൽ നെക്സ്റ്റ് ലെവല് വളരെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര എയറിൽ നിന്നാണ്ട് എന്താ പറയുക ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതല്ല, വളരെ പ്രാക്ടിക്കലി ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഹാബിറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് റിന്യൂവിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അത് ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് എന്താ പറയുക, അത് ഹ്യൂജ് ഒരു 10x ഗ്രോത്ത് ഒന്നും അല്ല ശരിക്കും അത് ഉണ്ടാവുക. അവിടുത്തെ ഒരു വർഷം കൊണ്ട് തന്നെ അവർക്ക് വേറെ ഒരുപാട് ആളുകൾ നമ്മൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, കേട്ടില്ലേ സാർ പറയുന്നത്? അപ്പോൾ ഇദ്ദേഹം ജിഷ സാറിനെ ശരിക്ക് പഠിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടുത്തറിഞ്ഞ് കാര്യങ്ങൾ ഒരുപാട് ട്രെയിനേഴ്സിൽ നിന്ന് ജിഷ സാറിനെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയിട്ട് അത് നമുക്ക് ശരിക്കും ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. നമ്മളെത്ര ഒരു മെൻറ്റർ നമ്മളെ കൈക്കുമ്പിളിൽ തന്നെ പോലെ ഉണ്ട്, നമുക്ക് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിനൊരു വില